നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ നിങ്ങളെ കാണുന്നത് ഇന്നലെ എൻ്റെ നാട്ടിലെ കണികുന്നിലെ മഴ പെയ്ത് ഒരു പോസ്റ്റ് പൊട്ടി വീണതാണ്. അപ്പോൾ അത് NH-66 വർക്ക് നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. ആ റോഡിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ തന്നെയാണ് പോസ്റ്റ് പൊട്ടി വീണത്. അപ്പോൾ പോസ്റ്റ് അത് പൂർണ്ണമായും പൊട്ടി താഴേക്ക് വീഴുകയാണ്. അപ്പം അതിലുള്ള കേബിളും ലൈനും ഒക്കെ റോഡിന് ക്രോസ് ആയിട്ടാണ് ഉള്ളത്. ഇത് ആ റോഡ് നടക്കുന്ന ഭാഗമാണ്. ഞാൻ മുമ്പ് ഇട്ട വീഡിയോയിലൊക്കെ ഉള്ള സ്ഥലമാണിത്. അത് റോഡിന് ക്രോസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം പട്ടം റോഡ് അടച്ചത് കൊണ്ട് അത്യാവശ്യം ടൂ വീലറും അത്യാവശ്യം വണ്ടികളൊക്കെ ഇതിലേ പോകുന്നതാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റും. അടിയെ പൊരിഞ്ഞു പോയതാണ്. മണ്ണിൻ്റെ ഭാഗം കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം ഇന്നലെ മുഴുവൻ കറണ്ട് ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ പോയി വൈകുന്നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റോഡ് വഴി അത്യാവശ്യം ടൂ വീലറും ഒക്കെ പോകുന്നതാണ്. അപ്പം ഇന്നലെ മഴ കാരണം, ഈ പോസ്റ്റ് പൊട്ടിയത് കാരണം വാഹനങ്ങളും ഒന്നും പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ നാട്ടുകാരുണ്ടായിരുന്നു അവിടെ, ഞാനുണ്ടായിരുന്നു, നാട്ടിലെ ഏട്ടന്മാരുണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ KCBൻ്റെ ആൾക്കാരൊക്കെ വന്നു, പണിയൊക്കെ തുടങ്ങി. അതിൻ്റെയൊക്കെ കാണാൻ പറ്റും. ഇത് താഴത്തെ ഭാഗമാണ്, മണ്ണെടുത്തതിൻ്റെ താഴത്തെ ഭാഗം. എനിക്ക് ഇതിൽ നിങ്ങൾക്ക് ആ പോസ്റ്റും കാണാൻ പറ്റും. ആ പോസ്റ്റ് അവിടെ തന്നെ ഉണ്ട്. അത് അവിടുന്ന് പൊട്ടി താഴേക്ക് വീണതാണ്. മണ്ണൊക്കെ കുറേ വീഴുന്നത് കാണാൻ പറ്റും. ഒരു ലൈനൊക്കെ ഇതാക്കി പുതിയ പോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതൊക്കെ ഊരി മാറ്റി. നല്ല മഴയുണ്ട്. മഴയത്താണ് പണി നടത്തുന്നത്. ഇത് പോസ്റ്റ് പിടിക്കാനുള്ള കുഴിയെടുത്തുകൊണ്ട് പോകാൻ അവർ. ക്രെയിനും ഒക്കെ വന്നിട്ടുണ്ട്. പോസ്റ്റ് എടുത്ത് മാറ്റാനും ആ ലൈൻ അതിൽ വെക്കാനൊക്കെ വേണ്ടിയിട്ട് ക്രെയിനൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് മരത്തിൻ്റെ കൊമ്പ് കൊത്താൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലൊരേട്ടനാണ്, നാട്ടിലുള്ളതാണ്. അവർ ആ ക്രെയിനിൽ കയറിയിട്ട് മിഷ്യൻ വെച്ചിട്ടാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അതൊക്കെ ചെയ്തത്.
ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അവരെ KCBക്കാരെ അവരെ സഹായിക്കാനൊക്കെ എൻ്റെ നാട്ടിലെ ഏട്ടന്മാരും അവരൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ സഹായവും അവർ ചെയ്തു കൊടുത്തു. പണിയൊക്കെ പൂർണ്ണമായും കഴിഞ്ഞ് ശേഷമാണ് എല്ലാവരും പോയത്. വൈകുന്നേരം 5 മണി 5:30 ഒക്കെ ആകുമ്പോഴേക്ക് പണിയൊക്കെ കഴിഞ്ഞു.